വിശ്വാസത്തിൽ കാലിടറിയവരെ താങ്ങി എഴുന്നേൽപ്പിച്ച, സഭാമക്കളെ നിരന്തരം അനുഗ്രഹിച്ച, അറിഞ്ഞും അറിയാതെയും വേദനിപ്പിച്ചവർക്ക് മാപ്പ് നൽകിയ ആ ഇടയ കരങ്ങൾ ഇന്ന് നിത്യഗേഹത്തിൽ മാലാഖ വൃന്ദത്തോടൊപ്പം കരഘോഷത്തോടെ കർത്താവിനെ പാടി പുകഴ്ത്തുകയാകും. ദേശദേശാന്തരങ്ങൾ താണ്ടി സത്യവിശ്വാസത്തിന്റെ സംരക്ഷണത്തിനായി സുവിശേഷം പ്രസംഗിക്കാൻ അക്ഷീണം ഓടിയ ആ സുന്ദര പാദങ്ങൾ ഇന്ന് കണ്ണഞ്ചിക്കുന്ന സ്വർഗരാജ്യത്തിൽ വിശുദ്ധരോടും സ്വർഗവാസികളോടുമൊപ്പം സഞ്ചരിക്കുകയാകും. സഭാപ്രബോധനങ്ങൾ പ്രതിരോധിക്കാൻ തീയമ്പുകൾ കൊളുത്തിയ പ്രവാചക ശബ്ദം മൊഴിഞ്ഞിരുന്ന ആ അധരങ്ങൾക്ക് ഇപ്പോൾ നിത്യകാലം കർത്തൃസന്നിധിയിൽ സ്തുതികൾ ആലപിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടാകും. സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന ചതിക്കെണികളെ ജ്ഞാനദൃഷ്ടിയോടെ നോക്കിക്കണ്ട ആ കണ്ണുകൾ ഇപ്പോൾ 10,000 സൂര്യനെ വെല്ലുന്ന തേജസ്സുള്ള കർത്താതി കർത്തന്റെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിച്ചിട്ടുണ്ടാകും. കർത്താവിനും സഭയ്ക്കുമായി നിരന്തരം തുടിച്ചിരുന്ന പ്രിയ ബെനഡിക്റ്റ് പാപ്പയുടെ ഹൃദയം അദ്ദേഹത്തിന്റെ പ്രിയ മണവാളനിൽ ആനന്ദ ലയനം പ്രാപിച്ചിട്ടുണ്ടാകും. അച്ചക്കണങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുള്ള ഉദ്യമങ്ങളിൽ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയോ അതേപ്പറ്റി നിശബ്ദത പാലിക്കുകയോ ചെയ്യുന്നത് കരുതലോ അജപാലനമോ അല്ലെന്ന് വ്യക്തമാക്കട്ടെ. സത്യമായതു മാത്രമേ ആത്യന്തികമായി അജപാലനമാകൂ. ഇതായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 16 പാപ്പ ഇക്കാലവും സ്വീകരിച്ചിരുന്നതും പ്രാവർത്തികമാക്കിയിരുന്നതുമായ അജപാലന നിലപാട്. വിശ്വാസ സത്യങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് ധീരോചിതം പൊരുതി മൺമറഞ്ഞ ബെനഡിക്റ്റ് 16 പാപ്പയുടെ ഇഹലോക വേർപാടിന് 1 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ശേഷിപ്പിച്ച വിശ്വാസ ആദർശങ്ങളും സുവിശേഷ ബോധ്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രവാചക ശബ്ദവും സഭാതനയരുടെ ഹൃദയങ്ങളിൽ ഇന്നും ഒളിമങ്ങാതെ അലയടിക്കുകയാണ്. 2022 അവസാന ദിനം കാലയവനികയിൽ മറഞ്ഞപ്പോൾ സഭാ ചരിത്രത്തിലും ഒരു ചരിത്ര യുഗത്തിന് തിരശീല വീഴുകയായിരുന്നു. വിശ്വാസത്തിന്റെ ധീര കാവലാളും സത്യത്തിന്റെ വക്താവുമായിരുന്ന പ്രിയ പിതാവ് ബെനഡിക്റ്റ് പാപ്പ മൺമറഞ്ഞ വാർത്ത അവിശ്വസനീയമായിരുന്നു. എന്നിരിക്കലും ഏതവസരത്തിലും വിശ്വാസത്തിൽ വിട്ടുവീഴ്ചകളില്ലാതെ പ്രിയ പാപ്പ ഉയർത്തിയ പ്രവാചക ശബ്ദവും അദ്ദേഹത്തിന്റെ അനന്യ വ്യക്തിത്വവും ധീര നിലപാടുകളും ഓർമ്മകളുടെ ചെപ്പിൽ സ്വർണ ലിപികളായി എക്കാലവും ജീവിക്കുക തന്നെ ചെയ്യും. ലോകം നിങ്ങൾക്ക് സന്തോഷങ്ങൾ വാഗ്ദാനം ചെയ്യും. എന്നാൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അവയ്ക്ക് വേണ്ടിയല്ല, ദൈവ മഹത്വത്തിനായാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. സ്വന്തം ജീവിതത്തെ സാക്ഷിയാക്കി ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞ ഈ വാക്കുകളുടെ പ്രഘോഷണ വേദിയായിരുന്നു കുഞ്ഞുനാൾ മുതലേ ആ ജീവിതം. 1927 ഏപ്രിൽ 16 ജർമ്മനിയിലെ ബവേറിയയിൽ ജോസഫ് റാറ്റ്സിംഗർ ജനിച്ചു. നാസിസത്തിന്റെ സിദ്ധാന്തങ്ങളും മൃഗീയ നിലപാടുകളും കുഞ്ഞിലെ തന്നെ കൊച്ചു റാറ്റ്സിംഗറിൽ അതൃപ്തിയുടെയും ആത്മീയ ലാഘവത്തിന്റെയും ചോദ്യങ്ങൾ ഉയർത്തി. കത്തോലിക്ക സഭയുടെ ആത്മീയ കോട്ടയാൽ അദ്ദേഹം സ്വയം നാസിസത്തിൽ നിന്ന് പ്രതിരോധമേർപ്പെടുത്തി. നാസി സൈന്യത്തിലേക്ക് നിർബന്ധപൂർവം യുവാക്കളെ ചേർക്കുന്നതിന്റെ ഭാഗമായി റാറ്റ്സിംഗറും സൈന്യത്തിൽ അംഗമാകേണ്ടി വന്നു. സൈന്യത്തിൽ നിന്നും പിന്മാറുന്നവരെ തൽക്ഷണം വെടിവെച്ച് കൊലപ്പെടുത്തുക എന്ന നാസി തത്വം നിലനിൽക്കെ ആ ധീരയോദ്ധാവ് തന്റെ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകാനായി യുദ്ധമുഖത്തു നിന്നും സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. ഇതിന്റെ ഫലമായി അദ്ദേഹം തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുകയും 1 മാസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1951 ജൂൺ 29 കർദിനാൾ മൈക്കിൾ ഫോൾ ഹാബറിൽ നിന്ന് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായിട്ടായിരുന്നു അദ്ദേഹം ആദ്യം നിയോഗിക്കപ്പെട്ടത്. ദൈവം ഏൽപ്പിച്ച കടമകൾ കൃത്യതയോടെ നിർവഹിച്ച അദ്ദേഹത്തെ ദൈവം മാനിച്ചു. വലിയ ശുശ്രൂഷകൾക്കായി
ദൈവം അദ്ദേഹത്തെ ഒരുക്കിക്കൊണ്ടേയിരുന്നു. പ്രഗത്ഭനായ പ്രൊഫസറായും സഭയുടെ വക്താവായും ഫാദർ റാറ്റ്സിംഗർ പ്രവർത്തന നിരതനായി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ദൈവശാസ്ത്ര വിദഗ്ധനായി പങ്കെടുക്കാൻ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. സഭാ നവീകരണത്തിനായി ജോൺ 23-ാമൻ പാപ്പ ആയിരുന്നു കൗൺസിൽ വിളിച്ചുകൂട്ടിയത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആശയങ്ങളുടെ പ്രചരണാർത്ഥം അദ്ദേഹം എഴുതിയ ലേഖനം ദൈവശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ പ്രകടമായ തെളിവായിരുന്നു. ജ്ഞാനത്തിന്റെയും അറിവുകളുടെയും പടവുകൾ കയറുമ്പോഴും ദൈവഭയത്തിലും എളിമയിലും അഭിവൃദ്ധി നേടാൻ ആ സഭാവര്യൻ സദാ ശ്രദ്ധ ചെലുത്തിയിരുന്നു. താൻ ഏറെ സ്നേഹിക്കുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്തിരുന്ന അധ്യാപക വൃത്തിയിൽ ദൈവഹിതാനുസരണം മുന്നേറുമ്പോഴായിരുന്നു പോൾ 6-ാമൻ പാപ്പ മ്യൂണിക്കിന്റെ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്യാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്നത് ഏറെ പ്രയാസമേറിയ കാര്യമായിരുന്നു എങ്കിലും ഫാദർ ജോസഫ് റാറ്റ്സിംഗർ ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട് തന്റെ പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് തികഞ്ഞ ആത്മാർപ്പണത്തോടെ പ്രവേശിച്ചു. ആഗോളതലത്തിൽ സുവിശേഷവൽക്കരണം വ്യാപിപ്പിക്കാനുള്ള ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ഉദ്യമങ്ങൾക്ക് കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ പൂർണ്ണ ആത്മീയ പിന്തുണ നൽകി. മ്യൂണിക് കർദിനാളായിരുന്ന ജോസഫ് റാറ്റ്സിംഗറിലെ വിശ്വാസ തീക്ഷ്ണതയും സഭാ സമർപ്പണവും തിരിച്ചറിഞ്ഞ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രപരമായ ഗവേഷണങ്ങൾ തുടരുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ജോൺ പോൾ 2-ാമൻ പാപ്പ അനുമതിയും പ്രോത്സാഹനവും നൽകി. ആ ആത്മീയ ബന്ധത്തിന്റെ അമൂല്യ സംഭാവനകളായിരുന്നു കർദിനാൾ റാറ്റ്സിംഗറിന്റെ പിന്തുണയോടെ ജോൺ പോൾ പാപ്പ എഴുതിയ വെരിതാത്തിസ് സ്പ്ലെൻഡർ, ഫിഡസ് എറ്റ് റാസിയോ എന്ന ചാക്രിക ലേഖനങ്ങൾ. സഭയുടെ തനതായ പാരമ്പര്യങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും കാലാനുസൃതമായി ആധുനികവൽക്കരിക്കുന്ന പ്രവണതകളെ കർദിനാൾ റാറ്റ്സിംഗർ നിശിതമായി എതിർത്തു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഈ കാലയളവിൽ അദ്ദേഹം രചിച്ച കൃതികൾ സഭയുടെ അനന്യതയുടെയും പൈതൃകത്തിൻ്റെയും അടയാളങ്ങൾ കൂടിയാണ്. സഭാ അംഗങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകൾക്കും വീഴ്ചകൾക്കും പരിഹാരമായി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറും ചേർന്ന് സഭയുടെ വിശുദ്ധീകരണത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. 2000-ലെ നോമ്പുകാല വേളയിൽ സഭാചരിത്രത്തിൽ നാഴികക്കല്ലായി രേഖപ്പെടുത്തിയ സഭയുടെ വിശുദ്ധീകരണത്തിനായുള്ള തിരുക്കർമ്മങ്ങൾ നടന്നു. യുഎസിൽ വൈദികർക്കെതിരെ ഉയർന്ന ലൈംഗിക ചൂഷണ ആരോപണങ്ങളെ വിലയിരുത്തുവാനും പഠിക്കുവാനുമായി കർദിനാൾ റാറ്റ്സിംഗർ നിയോഗിക്കപ്പെട്ടു. ദൈവിക ആലോചന പ്രകാരം അദ്ദേഹം ഈ പ്രതിസന്ധിയിൽ ഇടപെടുകയും കുറ്റക്കാർക്ക് പാപ്പായുടെ തീരുമാനപ്രകാരമുള്ള വിധി നടപ്പിലാക്കുകയും ചെയ്തു. തുടർന്നുള്ള തന്റെ ജീവിതം ആത്മീയ രചനകൾക്കായി സമർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം 3 തവണ പാപ്പായ്ക്ക് തന്റെ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തെ പറ്റിയുള്ള ദൈവഹിതം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കിയ ജോൺ പോൾ പാപ്പ അത് സ്വീകരിച്ചില്ല. 1991 ഉണ്ടായ സ്ട്രോക്കിനെ തുടർന്നായിരുന്നു ഒരു പ്രാവശ്യം കർദിനാൾ റാറ്റ്സിംഗർ രാജി സമർപ്പിക്കാൻ തയ്യാറെടുത്തത്. തന്റെ ആരോഗ്യനില പരിഗണിച്ച് പാപ്പ അതിന് വഴങ്ങുമെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ അപ്പോഴും പാപ്പ അതിന് വഴങ്ങിയില്ല. കർദിനാൾ സംഘത്തിന്റെ തലവനെന്ന നിലയിൽ കർദിനാൾ റാറ്റ്സിംഗറിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 2005 മാർച്ചിൽ റോമിലെ കൊളോസിയത്തിൽ വെച്ച് പാപ്പായോട് ചേർന്ന് നടത്തിയ കുരിശിന്റെ വഴിയിൽ വൈദികരിൽ നിന്നും വന്നുപോയ തെറ്റുകൾക്കായി അദ്ദേഹം ദൈവത്തിന്റെ ക്ഷമയ്ക്കായി പ്രാർത്ഥിച്ചത് വിശ്വാസികളെ ഏറെ സ്വാധീനിച്ച ഒന്നായിരുന്നു.
ജോൺ പോൾ പാപ്പായുടെ അന്ത്യനിമിഷങ്ങൾ ആഗതമായെന്ന സൂചനയുമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി. ഏപ്രിൽ 2 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. കർദിനാൾ തിരുസംഘത്തിന്റെ തലവനായിരുന്ന കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വിയോഗത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 115 കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിന്റെ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ കോൺക്ലേവിനായി സമ്മേളിച്ചു. 78 വയസ്സുകാരനായിരുന്ന കർദിനാൾ റാറ്റ്സിംഗറും പുതിയ പാപ്പായെ തിരഞ്ഞെടുക്കുവാൻ പ്രാർത്ഥനാപൂർവം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പുതിയ പാപ്പായുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഫലം അറിയിക്കാൻ വത്തിക്കാനിൽ വെളുത്ത പുക ഉയർന്നു. ആകാംക്ഷയോടെ കാത്തുനിന്ന വിശ്വാസികളുടെ മുൻപിലേക്ക് കടന്നുവന്ന സഭയുടെ ആ ധീരയോദ്ധാവ് വിനീതനായി സ്വയം ഇപ്രകാരം വെളിപ്പെടുത്തി. Dopo il grande Papa Giovanni Paolo II, ഏറെ ആദരണീയനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ പിൻഗാമിയായി കർത്താവിന്റെ മുന്തിരിത്തോപ്പിലെ എളിയ ദാസനായ എന്നെ കർദിനാൾമാർ തിരഞ്ഞെടുത്തിരിക്കുന്നു. പാപ്പാസ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നതിന്റെ ആദ്യപടിയായി പാപ്പ ബെനഡിക്റ്റ് 16 എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിനെയും ബെനഡിക്റ്റ് 15 പാപ്പായെയും അനുസ്മരിച്ചായിരുന്നു അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത്. സഭയുടെ ആത്മീയ അരക്ഷിതാവസ്ഥയിൽ ധീരതയോടെ സത്യത്തിന് സാക്ഷ്യം നൽകിയും സമാധാനത്തിനായി പൊരുതുകയും ചെയ്ത മഹത് വ്യക്തിത്വങ്ങളായിരുന്ന അവരെ അനുകരിച്ചാകും തന്റെ പൊന്തിഫിക്കൽ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. I remember Pope Benedict XV said, "Courage is a prophet of peace who guided the church through turbulent times of war. In his footsteps, I place my ministry in the service of reconciliation and harmony between peoples." ആഗോള സഭയുടെ 265 മാർപ്പാപ്പയായി ബെനഡിക്റ്റ് 16 പാപ്പ സ്ഥാനമേറ്റു. തന്റെ അപ്പസ്തോലിക ധർമ്മത്തെപ്പറ്റി തന്റെ ആദ്യ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു: Il mio vero programma di governo è quello എന്റെ ഇഷ്ടമോ ആദർശങ്ങളോ അല്ല എന്റെ അപ്പസ്തോലിക വാഴ്ചയിൽ പ്രാവർത്തികമാകേണ്ടത്. ആഗോള സഭയോടുള്ള ഐക്യത്തിൽ കർത്താവിന്റെ ഹിതവും ദൈവവചനവുമാണ് എന്നിലൂടെ നിവൃത്തിയാകേണ്ടത്. മാർപ്പാപ്പ ആയുള്ള അദ്ദേഹത്തിന്റെ ദിനചര്യയുടെ പരമപ്രധാന ഘടകങ്ങളായിരുന്നു വ്യക്തിപരമായ പ്രാർത്ഥനയും ദിവ്യബലിയും. ലോക നേതാക്കളായും വിവിധ സഭാപ്രതിനിധികളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ആഗസ്റ്റിൽ ജർമ്മനിയിലെ കൊളോണിലായിരുന്നു ബെനഡിക്റ്റ് പാപ്പായുടെ ആദ്യ അപ്പസ്തോലിക സന്ദർശനം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പങ്കെടുക്കാനിരുന്ന ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ബെനഡിക്റ്റ് പാപ്പായെ കാത്തുനിന്നത് 10 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളായിരുന്നു. ദിവ്യകാരുണ്യ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും പരമമായ ആനന്ദം കണ്ടെത്തണമെന്നായിരുന്നു യുവജനങ്ങളോട് പാപ്പ അന്ന് പറഞ്ഞത്.
യുവജനങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക എന്നത് പാപ്പായുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ആഗസ്റ്റിൽ സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിലും പാപ്പ തന്റെ സാന്നിധ്യം അറിയിച്ചു. 1.5 ദശലക്ഷം യുവജനങ്ങൾ സമ്മേളിച്ച വേദിയെ ശക്തമായ കൊടുങ്കാറ്റും പ്രതികൂല കാലാവസ്ഥയും കലുഷിതമാക്കാൻ ശ്രമിച്ചെങ്കിലും ദിവ്യകാരുണ്യ ആരാധനയെ അവ തടസ്സപ്പെടുത്താൻ പാപ്പ അനുവദിച്ചില്ല. പാപ്പായുടെ ഭക്തിനിർഭരമായ ആരാധനയിൽ യുവജനങ്ങൾ പ്രാർത്ഥനയിൽ ലയിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പായോടൊപ്പം സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങൾ മറന്ന യുവജനങ്ങൾ ദൈവാരാധനയിൽ മുഴുകി. ചുരുങ്ങിയ കാലയളവിൽ പാപ്പ ഏറെ അപ്പസ്തോലിക യാത്രകൾ നടത്തി. 2006 മെയ് മാസത്തിൽ പാപ്പ നാസിസത്തിന്റെ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്ന ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സന്ദർശിച്ചു. ഏറെ ദുരിതങ്ങളും മരണങ്ങളും വിതച്ച നാസിസത്തിന്റെ നാളുകളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പാപ്പ ഏറെ വേദനയോടെ പ്രാർത്ഥിച്ചു. പാപ്പ പറഞ്ഞു, എണ്ണമറ്റ മനുഷ്യരുടെ ഭാവി സ്വപ്നങ്ങൾ മൺമറച്ച ഈ കല്ലറകൾ നമ്മുടെ ഹൃദയങ്ങളെ ഉലയ്ക്കുന്നവയാണ്. അവ നമ്മിൽ ഉളവാക്കേണ്ടത് വിദ്വേഷമല്ല, മറിച്ച് വിദ്വേഷത്തിന്റെ ക്രൂരമായ പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കുകയാണ് വേണ്ടത്. ക്രൈസ്തവരെ പാർശ്വവൽക്കരിക്കുന്നതിനെതിരെയും അവർ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെയും ബെനഡിക്റ്റ് പാപ്പ പൊതുവേദികളിൽ തുറന്ന് സംസാരിച്ചു. ദൈവം തന്നെ ഭരമേൽപ്പിച്ച തന്റെ അജഗണത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ആ സ്നേഹപിതാവ് ഏറെ കരുതലോടെ ഇടപെടുകയും ദൈവത്തിൽ അധിഷ്ഠിതമായി അവരെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. പാപ്പായുടെ ചാക്രിക ലേഖനങ്ങളായ സത്യത്തിൽ സ്നേഹം, പ്രത്യാശയിൽ രക്ഷ, ദൈവം സ്നേഹമാകുന്നു എന്നിവയും അപ്പസ്തോലിക ആഹ്വാനങ്ങളും ഇതര കൃതികളും ക്രൈസ്തവ സഭയ്ക്ക് ആത്മീയ പോഷണം നൽകുന്നവയായിരുന്നു. വിവിധ ക്രൈസ്തവ സഭകളുമായി സാഹോദര്യം പുലർത്തുന്നതിലും ഐക്യത്തോടെ മുന്നേറുന്നതിലും ബെനഡിക്റ്റ് പാപ്പ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പുമാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിൽ പാപ്പ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. ചൈനയിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കുമേൽ ഭരണകൂടം ചെലുത്തിയ മതസ്വാതന്ത്ര്യ നിഷേധവും പീഡനമുറകളും ആ വത്സല പിതാവിനെ ഏറെ ദുഃഖിപ്പിച്ചു. അവരെ സഹായിക്കുവാനും ആത്മീയ കരുത്തു പകരുവാനും പാപ്പ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചു. 2006 പാപ്പ ഇസ്താംബുൾ സന്ദർശിച്ച് നടത്തിയ ഉദ്യമങ്ങൾ സാഹോദര്യത്തിന്റെയും സംവാദത്തിന്റെയും ഫലങ്ങൾ വിതയ്ക്കുന്നവയായിരുന്നു. യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിലൂടെ ലഭ്യമാകുന്ന പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും അനുഭവത്തിലേക്ക് ദൈവം തന്നെ ഏൽപ്പിച്ച അജഗണം കടന്നുവരണമെന്ന് ആ പിതാവ് അതിയായി ആഗ്രഹിച്ചിരുന്നു. വിശ്വാസം സത്യമാണെങ്കിൽ അത് പ്രഘോഷിക്കാൻ നാം നിർബന്ധിതരാകും എന്ന് പാപ്പ പഠിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രധാന ഉപാധിയായിരുന്നു ജീസസ് ഓഫ് നസറത്ത് എന്ന ഗ്രന്ഥ സമാഹാരം. തന്റെ അഗാധമായ ദൈവശാസ്ത്ര പാണ്ഡിത്യവും അറിവുകളും തന്റെ അജഗണവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. രോഗികളുമായും കുട്ടികളുമായും പാപ്പ ഏറെ സ്നേഹവായ്പകളോടെ സമ്പർക്കം പുലർത്തിയിരുന്നു. US സന്ദർശന വേളയിൽ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങളേറ്റവർക്കായും ഭീകരവാദ പ്രവർത്തകരുടെ മാനസാന്തരത്തിനായും പാപ്പ പ്രാർത്ഥിച്ചു. US, അയർലൻഡ്, ജർമ്മനി എന്നിവിടങ്ങളിൽ ചില വൈദികരിലൂടെയുണ്ടായ കുട്ടികളുടെ ചൂഷണത്തെ തുടർന്ന് സഭയ്ക്കെതിരായി ആഞ്ഞടിച്ച ആരോപണങ്ങളും വിമർശനങ്ങളും ഏറെ ദുഃഖമുളവാക്കുന്നതായിരുന്നു.
ചൂഷണക്കേസുകൾ മറച്ചുവെച്ചെന്ന വ്യാജ പ്രചരണങ്ങളും പാപ്പായെപ്പറ്റി ലോകം കെട്ടിച്ചമച്ചു. സഭയുടെ യഥാർത്ഥ പീഡനങ്ങൾ പുറമേയുള്ള ശത്രുക്കളല്ലെന്നും സഭയ്ക്കകത്ത് വേരുറപ്പിക്കുന്ന പാപങ്ങളാണെന്നും പാപ്പ അന്നത്തെ സഭയുടെ അവസ്ഥയെ നിർവചിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വാർഷികാചരണ വേളയിൽ പാപ്പ പറഞ്ഞു, പത്രോസിന്റെ വലയിൽ ചീത്ത മത്സ്യങ്ങളും കുടുങ്ങിയിരുന്നു. ദുർബലരായ മനുഷ്യരാണ് സഭയിലുള്ളത്. കർത്താവ് നമ്മെ മറന്നുവെന്ന് തോന്നിപ്പിക്കുന്ന കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സഭയെ മുഴുവനായി ബാധിച്ച ഈ പ്രതിസന്ധികൾക്ക് പുറമേ ആയിരുന്നു പാപ്പായുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ. തന്റെ സന്തത സഹചാരിയും വിശ്വസ്ത സഹപ്രവർത്തകനുമായ വ്യക്തിയിൽ നിന്നുമുണ്ടായ വേദനയും പാപ്പ പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിജീവിച്ചു. ഫെബ്രുവരി 11 കർദിനാൾ സംഘത്തിന്റെ മുൻപാകെ ബെനഡിക്റ്റ് പാപ്പ ആദ്യമായി തന്റെ സ്ഥാനത്യാഗത്തെപ്പറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിശുദ്ധരുടെ നാമകരണ നടപടികളെ അടിസ്ഥാനമാക്കിയുള്ള സമ്മേളനത്തിൽ ബെനഡിക്റ്റ് പാപ്പായുടെ ഈ പ്രഖ്യാപനം തികച്ചും അപ്രതീക്ഷിതവും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതുമായിരുന്നു. അല്പസമയത്തേക്ക് കർദിനാൾ സംഘത്തിനിടയിൽ വ്യാപിച്ച മൗനത്തിനു ശേഷം കർദിനാൾ തിരുസംഘത്തിന്റെ അന്നത്തെ ഡീൻ ആയിരുന്ന കർദിനാൾ ആഞ്ചലോ സൊഡാനോ പാപ്പായുടെ പ്രഖ്യാപനത്തെ വേദനയോടെ ഉൾക്കൊള്ളുന്നതായി അറിയിച്ചു. തികഞ്ഞ ദൃഢതയോടെയും സ്ഥൈര്യത്തോടെയും തന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞത്: പ്രായാധിക്യം മൂലം എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിക്കാൻ എന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും അവസ്ഥകൾ എന്നെ അനുവദിക്കുന്നില്ല. ഇത് എനിക്ക് ബോധ്യമായിരിക്കുന്നു. അതിനാൽ ഇതിന്റെ ഗൗരവത്തെപ്പറ്റിയുള്ള പൂർണ്ണ തിരിച്ചറിവോടെയും മുഴുവൻ സ്വാതന്ത്ര്യത്തോടെയും പത്രോസിന്റെ പിൻഗാമി എന്ന സ്ഥാനം ഒഴിയുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സമ്മേളനത്തിനു ശേഷം യാതൊരു ഭാവമാറ്റവുമില്ലാതെ പതിവ് പോലെ പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി കർദിനാൾ സംഘത്തെ അനുഗ്രഹിച്ചു. എന്നാൽ സദസ്സിലാകെ ആശങ്കയുടെയും ദുഃഖത്തിന്റെയും അന്തരീക്ഷം തളം കെട്ടിനിന്നു. തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രതിവാര പൊതുദർശനത്തിൽ പാപ്പ വിശ്വാസികളോട് തന്റെ സ്ഥാനത്യാഗത്തെപ്പറ്റി പറഞ്ഞു. ആഗോള സഭയെ ആകെ ഇളക്കിമറിച്ച ആ പ്രഖ്യാപനത്തെ വിശ്വാസികൾ ഏറെ വേദനയോടെയാണ് സ്വീകരിച്ചത്. മാർപ്പാപ്പമാരുടെ മരണശേഷം അവരുടെ മൃതശരീരങ്ങൾ ആദ്യം പൊതുദർശനത്തിന് വയ്ക്കുന്ന അപ്പസ്തോലിക വസതിയിലെ ക്ലമന്റൈൻ ഹാളിലായിരുന്നു ബെനഡിക്റ്റ് പാപ്പായ്ക്ക് യാത്രയയപ്പ് സമ്മേളനം ഒരുക്കിയത്. ജീവിക്കുന്ന പാപ്പായ്ക്ക് വിട പറയാൻ കർദിനാൾമാർ എത്തിച്ചേർന്നു. 85 വയസ്സുകാരനായിരുന്ന ബെനഡിക്റ്റ് പാപ്പായെ സമ്മിശ്ര വികാരങ്ങളോടെയാണ് കർദിനാൾമാർ വരവേറ്റത്. നിറഞ്ഞ സ്നേഹവായ്പകളോടെ കർദിനാൾ തിരുസംഘം നൽകിയ പ്രാർത്ഥനാശംസകൾ പാപ്പ സ്വീകരിച്ചു. താൻ തന്നെ നിയമിച്ച കർദിനാൾ സംഘത്തിലെ ഏറിയ പങ്ക് അംഗങ്ങളെയും തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാളും ഉൾക്കൊള്ളുന്ന കർദിനാൾ സംഘത്തിന് പാപ്പ തന്റെ സന്ദേശം നൽകി. വാദ്യവൃന്ദങ്ങളെപ്പോലെ ഏവരും ഒത്തൊരുമയോടെ മുന്നേറണമെന്ന പാപ്പായുടെ സന്ദേശം കർദിനാൾ സംഘത്തെ വികാരഭരിതരാക്കി. തുടർന്ന് പാപ്പ അവർക്ക് തന്റെ ആശീർവാദം നൽകി. Pater et Filius et Spiritus Sanctus. തുടർന്ന് വ്യക്തിപരമായി കർദിനാൾമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പാപ്പ തന്റെ പേപ്പൽ വസതിയോട് വിട പറഞ്ഞു. തന്റെ സ്ഥാനത്യാഗം തന്നെ കേന്ദ്രീകരിച്ചുള്ളതല്ലെന്നും സഭയുടെ പുരോഗതിക്ക് വേണ്ടിയാണെന്നും ബെനഡിക്റ്റ് പാപ്പ വ്യക്തമാക്കിയതായി വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊണാൾഡ് വേൾ പിന്നീട് പറയുകയുണ്ടായി. He was saying, this isn't about me. This is all about the church moving forward. It was beautiful. യാത്രയയപ്പ് ചടങ്ങുകൾക്ക് ശേഷവും പാപ്പയെ യാത്രയയക്കാനായി പേപ്പൽ ഉദ്യോഗസ്ഥരും സ്വിസ് ഗാർഡുകളും സാന്താ മാർത്തയിൽ ഒത്തുചേർന്നിരുന്നു. പാപ്പാ സ്ഥാനത്തുള്ള ബെനഡിക്റ്റ് പാപ്പായുടെ അവസാന ട്വീറ്റ് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി.
ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്കും ഇടയാകട്ടെ. എട്ട് വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഭരമേൽപ്പിച്ച വിശുദ്ധ പത്രോസിന്റെ പിന്തുടർച്ചാ സ്ഥാനം വിശ്വസ്തയോടെ നിർവഹിച്ചതിന്റെ കൃതാർത്ഥതയിൽ ബെനഡിക്റ്റ് പാപ്പ ഔദ്യോഗിക പേപ്പൽ വസതിയുടെ പടികളിറങ്ങി. സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിലും പുരമുകളിലുമായി പാപ്പായെ യാത്രയാക്കാൻ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞിരുന്നു. പാപ്പായെയും കൊണ്ട് വത്തിക്കാനിൽ നിന്നും ഹെലികോപ്റ്റർ പറന്നുയർന്നത് വിളിച്ചറിയിച്ച് റോമിൽ ദേവാലയമണികൾ മുഴങ്ങി. കാസിൽ ഗൊണ്ടോർഫോയിൽ പാപ്പായെ വരവേൽക്കാൻ വിശ്വാസികൾ തടിച്ചുകൂടിയിരുന്നു. ശാന്തത തുളുമ്പുന്ന പുഞ്ചിരിയോടെ ബെനഡിക്റ്റ് പാപ്പ സ്ഥാനമൊഴിയുന്നതിന് മുൻപായി വിശ്വാസികളെ ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്തു. ശാന്തത തുളുമ്പുന്ന പുഞ്ചിരിയോടെ ബെനഡിക്റ്റ് പാപ്പ സ്ഥാനമൊഴിയുന്നതിന് മുൻപായി വിശ്വാസികളെ ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്യുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു. അന്ന് രാത്രി 8 മണിക്ക് പാപ്പായുടെ സ്ഥാനത്യാഗം പ്രാബല്യത്തിലായെന്നറിയിച്ച് സ്വിസ് ഗാർഡുകൾ കാസിൽ ഗൊണ്ടോർഫോയുടെ വാതിലുകൾ അടച്ചു. ബെനഡിക്റ്റ് പാപ്പ തന്റെ ഔദ്യോഗിക പദവി ത്യജിച്ച് എമിരറ്റസ് പാപ്പയായി തന്റെ ശുശ്രൂഷകൾക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. 2013 ഫെബ്രുവരി 28 ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം വിരമിക്കുന്ന ആദ്യ പാപ്പയായി ബെനഡിക്റ്റ് പാപ്പ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്നും സ്വയം സ്ഥാനത്യാഗം ചെയ്തത്. ഫാദർ ബെനഡിക്റ്റ് എന്ന് തുടർന്ന് അറിയപ്പെടാനുള്ള ആഗ്രഹവും ആ വിനയാന്വിതനായ പിതാവ് പങ്കുവയ്ക്കുകയുണ്ടായി. മാർപ്പാപ്പ എന്ന പദവിയിലുള്ള തന്റെ അവസാന പ്രതിവാര പൊതു സദസ്സിൽ അജഗണത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ബെനഡിക്റ്റ് പാപ്പ പങ്കുവച്ച ഇടയ മൊഴികൾ അദ്ദേഹത്തിന്റെ ദൈവസ്നേഹവും സഭാസ്നേഹവും പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നു. പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗലീലി കടലിൽ മറ്റ് അപ്പസ്തോലന്മാർക്കൊപ്പം വഞ്ചിയിലായിരുന്ന വിശുദ്ധ പത്രോസിന്റെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അസംഖ്യ മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങിയ ഇളം കാറ്റിന്റെയും ഇളം വെയിലിന്റെയും നിരവധി ദിനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കടൽ പ്രക്ഷുബ്ധമാവുകയും കാറ്റ് പ്രതികൂലമാവുകയും ചെയ്ത അവസരങ്ങളും സഭാ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഉറങ്ങുകയാണെന്ന് തോന്നിക്കുന്ന നിമിഷങ്ങൾ. എന്നാൽ സഭാനൗകയുടെ അമരത്ത് കർത്താവുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സഭയുടെ അമരത്തുള്ള സ്ഥാനം എനിക്കോ നമുക്കാർക്കുമോ ഉള്ളതല്ല, അത് കർത്താവിൻ്റെതാണ്. തന്റെ സഭാനൗക മുങ്ങാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവ് അതിനെ നിയന്ത്രിക്കുകയും താങ്ങുകയും ചെയ്യും എന്നത് തീർച്ച. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അവിടുന്ന് തന്റെ പ്രവൃത്തി ചെയ്യും. ഒന്നിനും മാറ്റാനാകാത്ത എക്കാലത്തെയും ദൈവനിശ്ചയമാണ് ഇത്. അതിനാൽ എന്റെ ഹൃദയം അവിടുത്തോടുള്ള നന്ദിയാൽ നിറഞ്ഞു കവിയുകയാണ്. എന്തെന്നാൽ അവിടുത്തെ സഭയ്ക്കോ എനിക്കോ തന്റെ സ്നേഹവും സമാശ്വാസവും പകരുന്നതിൽ അവിടുന്ന് വീഴ്ച വരുത്തിയിട്ടില്ല. 2022 ഡിസംബർ 31 അജഗണങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹ വായ്പകളോടെ പിതൃസ്ഥാനം നേടിയിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത ലോകം ഞെട്ടലോടെ ശ്രവിച്ചത്. ബെനഡിക്റ്റ് പാപ്പയ്ക്കായി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനങ്ങളെ തുടർന്ന് ആഗോള സഭയിൽ ശക്തമായ പ്രാർത്ഥനകൾ ഉയരുന്നതിനിടെയായിരുന്നു ആ ഇടയ വര്യൻ തന്റെ നിത്യവസതിയിലേക്ക് യാത്രയായത്. ലോകത്തെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു എമരറ്റസ് പാപ്പയുടെ വസതിയായ മാത്തർ എക്ലേസിയയിൽ നിന്നും
ഒടുവിൽ ആ മരണവാർത്ത എത്തിയത്. സ്വയം വിരമിച്ചിട്ടും ആഗോള സഭയുടെ വിശ്വാസ സമൂഹത്തിന് തെളിമയുള്ള ദൈവശാസ്ത്ര ചിന്തകൾ നൽകി വന്ന ബെനഡിക്ട് പാപ്പയുടെ വിയോഗം ഏറെ വേദനയോടെയാണ് ലോകം ശ്രവിച്ചത്. വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന തന്റെ പതിവ് പൊതു അഭിസംബോധനയ്ക്കിടയിൽ ഫ്രാൻസിസ് പാപ്പയായിരുന്നു തന്റെ മുൻഗാമിയായ ബെനഡിക്ട് പാപ്പയുടെ അസുഖ വിവരത്തെക്കുറിച്ച് ആദ്യ സൂചന നൽകിയത്. നിശബ്ദമായി സഭയെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ബെനഡിക്ട് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ആഗോള സഭയെ മുഴുവൻ ആശങ്കയുടെ നിഴലിൽ ആഴ്ത്തിയിരുന്നു. അദ്ദേഹത്തെ ഓർക്കുക, അദ്ദേഹം വളരെ രോഗബാധിതനാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും അവസാനം വരെ സഭയോടുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാനും കർത്താവിനോട് അപേക്ഷിക്കുക എന്നും വികാരാധീനനായി ഫ്രാൻസിസ് പാപ്പ അറിയിക്കുകയായിരുന്നു. വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടെയായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അഭ്യർത്ഥന സ്വീകരിച്ചത്. ബെനഡിക്ട് പാപ്പയുടെ അസുഖ വിവരത്തെക്കുറിച്ച് കൂടുതലൊന്നും ഫ്രാൻസിസ് പാപ്പ വെളിപ്പെടുത്തിയില്ലെങ്കിലും എല്ലാം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വത്തിക്കാൻ വാർത്താ കാര്യാലയത്തിന്റെ ഡയറക്ടറായ മാറ്റിയോ ബ്രൂണിയുടെ സ്ഥിരീകരണവും പുറത്തുവന്നു. പ്രായാധിക്യത്തെ തുടർന്നുള്ള അസുഖം മൂലം ബെനഡിക്ട് 16 പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മാറ്റിയോ ബ്രൂണി വ്യക്തമാക്കി. അദ്ദേഹം ഡോക്ടർമാരുടെ നിരന്തരമായ നിരീക്ഷണത്തിലാണെന്നും ബ്രൂണി അറിയിച്ചു. ഇതോടെ ബെനഡിക്ട് പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലായെന്ന് വ്യക്തമായിരുന്നു. അവസാനം വരെ സഭയോടുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാഭ്യർത്ഥന ലോകം ഏറ്റെടുത്തു. വൈദികരും മെത്രാന്മാരും അൽമായരും ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പ്രാർത്ഥനകൾ പങ്കുവച്ചു. ലോകമെങ്ങും നിന്നുയർന്ന ആ പ്രാർത്ഥനയ്ക്കിടയിലാണ് ബെനഡിക്ട് പാപ്പ നിത്യതയിലേക്ക് നീങ്ങിയത്. പ്രാദേശിക സമയം രാവിലെ 9:34 അണയാത്ത വിശ്വാസജ്വാല സഭാമക്കളിൽ ശേഷിപ്പിച്ച് ആ സ്നേഹപിതാവ് തന്റെ ഭൗമിക കൂടാരത്തോട് എന്നേക്കുമായി വിടചൊല്ലി. തിരുത്തലുകളുടെയും ഏറ്റുപറച്ചിലുകളുടെയും അധ്യായത്തിന് പരിസമാപ്തി കുറിച്ച് സഭയുടെ 265 കപ്പിത്താൻ യാത്രയായി. ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും വിശ്വാസ പോരാട്ടത്തിന്റെയും ചരിത്രയുഗത്തിൽ സഭയെ വിജയകരമായി നേർദിശയിൽ നയിച്ച പടത്തലവൻ തന്റെ ഐഹിക ഓട്ടം പൂർത്തിയാക്കി നീതിയുടെ കിരീടം സ്വീകരിക്കാൻ പ്രയാണം ആരംഭിച്ചു. നിത്യജീവിതത്തിന്റെ പ്രത്യാശ പ്രഘോഷിച്ചതിനോടൊപ്പം സ്വന്തം മരണത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ നേർചിത്രമായിരുന്നു ബെനഡിക്ട് പാപ്പയുടെ ജീവിതവും മരണവും. നിത്യരാജാവിന്റെ അടുക്കിലേക്കുള്ള സഭയുടെ തീർത്ഥയാത്രയിൽ ഓരോരുത്തരും മരണത്തെ എങ്ങനെ നോക്കി കാണണമെന്ന് ആ വന്യ പിതാവ് തന്റെ മരണ നിമിഷങ്ങളെപ്പറ്റി മുൻകൂട്ടി പ്രതിപാദിക്കവേ വ്യക്തമാക്കിയിരുന്നു. മരണം പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലാണെന്ന് സ്വന്തം മരണത്തിലൂടെ തെളിയിച്ച് കടന്നുപോയ ബെനഡിക്ട് 16 പാപ്പയുടെ നിത്യജീവന്റെ പ്രത്യാശയെപ്പറ്റിയുള്ള വാക്കുകൾ മരണത്തെ നേരിടാൻ ആർക്കും ധൈര്യവും പ്രത്യാശയും പകരുന്നതാണ്. 2022 ഫെബ്രുവരി 8 ബെനഡിക്ട് പാപ്പ തന്റെ മരണത്തെപ്പറ്റി കുറിച്ചത് ഇപ്രകാരം ആയിരുന്നു: അധികം വൈകാതെ എന്റെ ജീവിതത്തിലെ അന്തിമ വിധികർത്താവിന്റെ മുൻപാകെ ഞാൻ എന്നെ തന്നെ കണ്ടെത്തും. ദീർഘമായ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയവും വിറയലും എന്നെ അലട്ടാൻ കാരണങ്ങൾ നിരവധിയുണ്ട്. എന്നിരുന്നാലും ഞാൻ നല്ല സന്തോഷവാനാണ്. കാരണം കർത്താവ് ന്യായാധിപൻ മാത്രമല്ല, സുഹൃത്തും സഹോദരനുമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എന്റെ പോരായ്മകൾക്കായി പാടുപീടുകൾ സഹിച്ചു കഴിഞ്ഞവനാണ് അവിടുന്ന്. കർത്താവ് എന്റെ അഭിഭാഷകനും വഴികാട്ടിയും ആണ്. ന്യായവിധിയുടെ മണിക്കൂർ ധ്യാനിക്കുമ്പോൾ ഒരു ക്രൈസ്തവനായതിന്റെ കൃപ
എനിക്ക് കൂടുതൽ വ്യക്തമാകുന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ വിധികർത്താവിനെ പറ്റിയുള്ള കൂടുതൽ അറിവിലേക്കും ആത്മബന്ധത്തിലേക്കും എന്നെ നയിക്കുന്നു. അത് മരണത്തിൻ്റെ ഇരുണ്ട കവാടത്തിലൂടെ ആത്മവിശ്വാസത്തോടെ കടന്നു പോകാൻ എന്നെ പ്രാപ്തനാക്കുന്നു. ബെനഡിക്റ്റ് 16 പാപ്പ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകൾ തന്നെ പാപ്പയുടെ ജീവിതത്തിൽ കർത്താവിനുള്ള 1-ാം സ്ഥാനത്തെപ്പറ്റി വെളിപ്പെടുത്തുന്നതായിരുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന വാക്കുകൾ ഉരുവിട്ട് നിത്യത പുലുകിയ ആ ഇടയ ശ്രേഷ്ഠനെ കർത്താവും അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നത് നിസ്സംശയം പറയാം. ബെനഡിക്റ്റ് 16 പാപ്പയുടെ കൂടെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ പങ്കുവച്ച പാപ്പയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഒരു വിശുദ്ധ മരണത്തിന്റെ നേർചിത്രമാണ് വരച്ചു കാട്ടുന്നത്. പാപ്പ അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ചിരുന്നതായി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ പറയുന്നു. പാപ്പയുടെ അടുത്തുണ്ടായിരുന്ന നഴ്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. പാപ്പയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധരോടുള്ള അടുപ്പത്തെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളും EWTN അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ബെനഡിക്റ്റ് പാപ്പ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സമയം മാറ്റിവെച്ചിരുന്നു. പ്രാർത്ഥനാ സമയങ്ങളെ വളരെ ഭക്തിയോടും വിശുദ്ധമായുമാണ് പാപ്പ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, ജപമാല, കാനോൻ നമസ്കാരം തുടങ്ങിയവ വളരെ ഭക്തിയോടെയാണ് പാപ്പ അനുഷ്ഠിച്ചിരുന്നത്. പ്രഥമസ്ഥാനം ദൈവത്തിന് നൽകണമെന്നും ആദ്യം തേടേണ്ടത് ദൈവരാജ്യമാണെന്നും പാപ്പ പറയുമായിരുന്നു. ബെനഡിക്റ്റ് പാപ്പയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള വിശുദ്ധൻ യൗസേ പിതാവായിരുന്നു. ജോസഫ് നാമധാരി ആയിരുന്നതിനാൽ തന്നെ യൗസേ പിതാവിനോടുള്ള വണക്കം പല അവസരങ്ങളിലും പാപ്പ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പിന്നീട് വിശുദ്ധ അഗസ്റ്റിന്റെയും വിശുദ്ധ ബോനവെന്തൂറിന്റെയും ജീവിതവും അവർ സഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ച് ആഴമായി പഠിച്ച ബെനഡിക്റ്റ് പാപ്പയ്ക്ക് ഇവരും പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു. കൂടാതെ പരിശുദ്ധ അമ്മയ്ക്ക് പാപ്പ പ്രത്യേകം സ്ഥാനം നൽകിയിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനു പുറമെ ആവിലയിലെ വിശുദ്ധ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ മദർ തെരേസയുടെ എളിമയും ദൃഢവിശ്വാസവും പാപ്പയെ ഏറെ സ്വാധീനിച്ചിരുന്നു. 1978 പാപ്പ മദർ തെരേസയെ സന്ദർശിച്ചതായും ആർച്ച് ബിഷപ്പ് സ്മരിച്ചു. 2006 തന്റെ മരണത്തിനൊരുക്കമായുള്ള പ്രസ്താവന തയ്യാറാക്കി നിത്യസമ്മാനം ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ അസാമാന്യ വ്യക്തിത്വമായിരുന്നു ബെനഡിക്റ്റ് പാപ്പയുടേത്. ഇഹലോകവാസത്തിന്റെ നശ്വരതയെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്ന ബെനഡിക്റ്റ് പാപ്പ 2006 ഓഗസ്റ്റ് 29 എന്റെ ആത്മീയ സംഹിത എന്ന തലക്കെട്ടോടെ എഴുതിയ കുറിപ്പിൽ സഭയ്ക്കുള്ള ശക്തമായ താക്കീതും നൽകിയിരുന്നു. ആ പ്രവാചക ശബ്ദം സഭാ മാതാവിന്റെ കരണങ്ങളിൽ എക്കാലവും മാറ്റൊലി കൊള്ളും എന്നതിൽ തർക്കമില്ല. പാപ്പയുടെ സ്വന്തം വാക്കുകളിലേക്ക്. എന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഞാൻ കടന്നു വന്ന ദശാബ്ദങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നു. എത്രയെത്ര കാരണങ്ങൾക്ക് ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി ഞാൻ ദൈവത്തിന് തന്നെ നന്ദി പ്രകാശിപ്പിക്കട്ടെ. എനിക്ക് എല്ലാം നൽകിയ ദൈവം, എനിക്ക് ജീവൻ തന്നതിന്, ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ആശയക്കുഴപ്പങ്ങൾക്ക് നടുവിലും സംഭ്രമിച്ചു പോയപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നെ വഴി നടത്തിയതിന്, ഞാൻ വീണുപോയ അവസരങ്ങളിൽ എന്നെ താങ്ങി നിർത്തിയതിന്, ആ വെളിച്ചം എനിക്ക് പകർന്നു നൽകിയതിന്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, പിന്നിട്ട ഇരുട്ട് നിറഞ്ഞതും ദുഷ്കരവുമായ പാതകളെല്ലാം എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. എല്ലാ ഇടങ്ങളിലും ദൈവം എന്നെ നന്നായി കരുതുകയും ചെയ്തിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു. വളരെ കഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും എനിക്ക് ജന്മം നൽകാൻ തയ്യാറായതിന്, സ്നേഹം കൊണ്ടൊരുക്കിയ ഒരു ഗ്രഹാന്തരീക്ഷത്തിന്, അതെല്ലാമാണ് ഇന്നും എൻ്റെ ഓരോ ദിവസങ്ങളിലും പ്രകാശം ചൊരിയുന്നത്. എൻ്റെ പിതാവിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയ വിശ്വാസമാണ് എന്നെയും സഹോദരങ്ങളെയും വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കിയതും.
ശാസ്ത്രീയമായ അറിവുകൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്തിയതും എല്ലാം പിതാവ് പകർന്നു തന്ന വിശ്വാസം ആയിരുന്നു. എൻ്റെ അമ്മയുടെ ഹൃദയംഗമമായ ഭക്തിയും കരുണയും ഒരു പൈതൃകമായി തുടരുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. എൻ്റെ സഹോദരി ദശാബ്ദങ്ങളോളം നിസ്വാർത്ഥമായി എന്നെ ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്തവളാണ്. എൻ്റെ സഹോദരൻ കൃത്യമായ വീക്ഷണത്തോടും കാഴ്ചപ്പാടോടും നിശ്ചയദാർഢ്യത്തോടും ഹൃദയവിശാലതയോടും കൂടി എനിക്ക് വഴി തെളിച്ചു തന്നു. ദൈവം എനിക്ക് സുഹൃത്തുക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ജീവിത വഴിയിൽ താങ്ങാകുവാൻ ദൈവം നൽകിയതാണ് അവരെ. അവരിലൂടെ ദൈവം എനിക്ക് നൽകിയ നന്മകളെ ഞാൻ സ്മരിക്കുന്നു. ആൽപ്സിലെ ബവേറിയൻ താഴ്വരയിൽ ദൈവം എനിക്കായി നൽകിയ ഭവനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതൃരാജ്യത്തിലെ ജനങ്ങളെ ഞാൻ ഓർക്കുന്നു. വിശ്വാസത്തിൻ്റെയും കാലത്തിൻ്റെയും സൗന്ദര്യം അനുഭവിക്കാൻ എന്നെ അവർ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അവരോട് നന്ദി പറയുന്നു. ഈ രാജ്യം എന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഏത് സാഹചര്യത്തിലും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയാകരുത്. ഏറ്റവും അവസാനമായി ജീവിതത്തിലുടനീളം ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി എൻ്റെ രണ്ടാം ഭവനമായ റോമിലും ഇറ്റലിയിലും വെച്ച് ദൈവം വഴി നടത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചവരോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ദേശക്കാരോട് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടത് ഇപ്പോൾ സഭയിലുള്ള എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ആശയക്കുഴപ്പങ്ങളിൽ വീണുപോകാതെ ശ്രദ്ധിക്കുക. ശാസ്ത്രവും ചരിത്ര ഗവേഷണങ്ങളും പ്രത്യേകിച്ച് പലവിധ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി വന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക വിശ്വാസത്തിനെതിരായ പഠനങ്ങൾ കുറച്ചു നാളുകൾക്ക് ശേഷം മാഞ്ഞു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതൊന്നും ശാസ്ത്രമല്ല, തത്വചിന്താപരമായ ചില അനുമാനങ്ങൾ മാത്രമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു. കഴിഞ്ഞ 60 വർഷമായി ഞാൻ ദൈവശാസ്ത്രത്തിന്റെ പാതയിലാണ്. ഈ കാലഘട്ടത്തിൽ പല സിദ്ധാന്തങ്ങളുടെയും പതനം ഞാൻ കണ്ടിട്ടുണ്ട്. പലതും ഇന്നും പൊന്തി വരുന്നുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവാണ് ശരിയായ വഴിയും സത്യവും ജീവനും. സഭ എല്ലാ കുറവുകളോടും കൂടെ യേശുവിന്റെ ശരീരവുമാണ്. അവസാനമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി എൻ്റെ പാപങ്ങളും കുറവുകളും എല്ലാം പുറത്ത് ദൈവം എന്നെ നിത്യവസതിയിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. സത്യം എന്നത് ഭൂരിപക്ഷ അഭിപ്രായത്താൽ നിർണയിക്കപ്പെടേണ്ട ഒന്നല്ല എന്നായിരുന്നു വിശ്വാസ സത്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തിൽ ബെനഡിക്റ്റ് പാപ്പയുടെ നിലപാട്. ഭൂരിപക്ഷത്തോട് ചേർന്ന് സത്യത്തെ അടിച്ചമർത്തുന്ന പ്രവണതകൾ അദ്ദേഹം ധീരതയോടെ മരണത്തോളം ചെറുത്തു. സഭയുടെ വിശുദ്ധ ആരാമത്തിലേക്ക് യാത്രയായ നമ്മുടെ ബെനഡിക്റ്റ് പാപ്പയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രാർത്ഥനാ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. തന്റെ മുൻഗാമിയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആദ്യ കബറിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വാസത്തിന്റെ ആ ധീര പോരാളിയുടെ അൾത്താര വണക്കത്തിലേക്കുള്ള യാത്ര വിദൂരമല്ലെന്ന് പ്രതീക്ഷിക്കാം. നീതിയുടെ കിരീടത്തിന് അർഹമാം വിധം നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കിയ പ്രിയ പാപ്പിയുടെ ജ്ഞാനപൂർണമായ ചിന്തകൾ സഭയ്ക്ക് ഇനിയും മാർഗനിർദ്ദേശങ്ങൾ നൽകട്ടെ. ആ ഇടയ ശ്രേഷ്ഠന്റെ നിലപാടുകൾ സഭയിൽ എക്കാലവും വിളങ്ങട്ടെ.